ദ ലോർഡ്. ഈ കൃപാസന ആൾത്താരയിൽ വന്ന് നിൽക്കാനുള്ള അനുഗ്രഹം തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിതു ജെയിംസ്. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2024 ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ ആദ്യമായി വന്ന് കൃപാസന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് സാധിച്ചു തന്നു. എൻ്റെ കാലിൻ്റെ കുതിഞരമ്പിന് ഭയങ്കര വേദനയും മുട്ടുവേദനയുമായി വളരെ വിഷമിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വേദന മാറി കിട്ടി. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു 25 സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി അത് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. എൻ്റെ മോൻ B2 എക്സാം പാസ്സാകുന്നതിന് വേണ്ടി 3-4 പ്രാവശ്യം എക്സാം എഴുതുകയും പാസ്സാകാതിരിക്കുകയും ചെയ്തു. മോൻ പാസ്സാവുകയാണെങ്കിൽ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാമെന്ന് ഞാൻ നേർച്ച നേർന്നതിൻ്റെ ഫലമായി മോൻ പാസ്സായി. എൻ്റെ മോൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കാം. എൻ്റെ പേര് ബിബി. അമ്മ പറഞ്ഞ പോലെ +2 ഒക്കെ കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. ആദ്യം പഠിക്കാൻ ക്ലാസ് ഉണ്ടായിരുന്നു. 9 മാസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പരീക്ഷയ്ക്കായിട്ട് പോകുമായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ആദ്യം തന്നെ 2 മൊഡ്യൂൾ വെച്ചൊക്കെ എഴുതിയേ. ആദ്യമേ 1 മൊഡ്യൂൾ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടാതായി. അത് കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് പരീക്ഷയ്ക്കൊക്കെ പോവും. സീറ്റ് കിട്ടാനൊക്കെ പാടാണ്. പരീക്ഷയ്ക്ക് പോയി അധികം പാസ്സായില്ല. പിന്നെ അച്ഛൻ്റെയൊക്കെ അടുത്ത് വന്ന് തലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിലും പാസ്സായില്ല. പിന്നെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ 1 മൊഡ്യൂൾ കിട്ടി, ലിസണിങ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും കിട്ടുന്നില്ല. ബാക്കി 2 മൊഡ്യൂൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല. ഭയങ്കര സങ്കടമൊക്കെ ആയി. അവസാനം നിർത്തുക, ഇനി ജർമ്മൻ വേണ്ട, വേറെ വല്ല കോഴ്സും എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. അവസാനം ഒരു പരീക്ഷയും കൂടെ എഴുതാം. അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ പുതുക്കിയായിരുന്നു. അങ്ങനെ അവസാനത്തെ പരീക്ഷ എന്ന് വിചാരിച്ച് 2 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതിയൊക്കെ കഴിഞ്ഞു. മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്നു. റിസൾട്ടൊക്കെ എല്ലാവരുടെയും വന്നു, എൻ്റെ വന്നില്ല. വെബ്സൈറ്റൊക്കെ നോക്കിയപ്പം ഡൗണാണ്, എൻ്റെ മാത്രം. ഒരാഴ്ച കഴിയും